ഹലോ, പുതിയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യത്തിൽ നമ്മളിൽ പലരും ദിവസവും നേരിടുന്ന, എന്നാൽ നമ്മൾ അത്ര വലിയ കാര്യമാക്കാത്ത ഒരു രസകരമായ വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, നിങ്ങൾ ഒരാളെ പരിചയപ്പെടുന്നു, അവർ പേര് പറയുന്നു, എന്നിട്ട് വെറും 5 സെക്കൻഡിനുള്ളിൽ ആ പേര് നിങ്ങളങ്ങ് മറന്നുപോകുന്നു. വളരെ വ്യക്തമായി കേട്ടതാണ്, എന്നിട്ടും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാനൊരു മുറിയിലേക്ക് കയറുന്നു, ഞാൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് ചിന്തിച്ച് വല്ലാത്തൊരു ചമ്മലോടെ തിരിഞ്ഞു നടക്കുന്നു. നിങ്ങൾക്കിത് ഭയങ്കരമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്റെ ഓർമ്മശക്തി കുറയുകയാണോ, എന്റെ ബുദ്ധിശക്തി നശിക്കുകയാണോ എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ഭയക്കും. എന്നാൽ മനഃശാസ്ത്രം പറയുന്ന ഒരു കിടിലൻ സത്യമുണ്ട്. നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. ഇത് ബുദ്ധിക്കുറവോ ഓർമ്മക്കുറവോ ഒന്നുമല്ല. മറിച്ച് നിങ്ങളുടെ തലച്ചോർ അമിതമായി ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതെ, ഈ ഓവർ ആക്റ്റീവായ മനസ്സ് എങ്ങനെയാണ് ഈ പണി തരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ശരി, നമുക്കിതിലേക്കൊന്ന് ആഴത്തിൽ കടക്കാം. ആദ്യത്തെ കാര്യം, ദി ഓവർലോഡഡ് സിസ്റ്റം, അതായത് അമിതഭാരം വഹിക്കുന്ന നമ്മുടെ തലച്ചോറ്. നോക്കൂ, കോഗ്നിറ്റീവ് ഓവർലോഡ് എന്നാണ് ഈ അവസ്ഥയെ വിളിക്കുന്നത്. നിങ്ങളെപ്പോഴും കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ തലച്ചോറിൽ ഒരേ സമയം 100 കൂട്ടം ചിന്തകളായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരേ സമയം പല ചിന്തകൾ വരുമ്പോൾ തലച്ചോറിലെ മെമ്മറി സിസ്റ്റത്തിന് അതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിനൊരു പരിധിയുണ്ട്. ഈ ഓവർലോഡ് കാരണം പുതിയതായി വരുന്ന വിവരങ്ങളെ കൃത്യമായി സ്റ്റോർ ചെയ്യാൻ, അതായത് എൻകോഡ് ചെയ്യാൻ തലച്ചോറിന് കഴിയാതെ വരുന്നു. ചുരുക്കി പറഞ്ഞാൽ, തലച്ചോറ് വേറെ എന്തൊക്കെയോ സങ്കീർണമായ കാര്യങ്ങൾ ചിന്തിക്കുന്ന തിരക്കിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ചെറിയ കാര്യങ്ങൾ മറന്നുപോകുന്നത്. ഇനി ഒരാളെ പരിചയപ്പെടുന്ന ആ 5 സെക്കൻഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. അടുത്തതായി ഞാൻ എന്തു പറയണം, അവരെന്നെക്കുറിച്ച് എന്തു വിചാരിക്കും, ഞാൻ സംസാരിച്ചത് മോശമായോ എന്നൊക്കെയാവും നിങ്ങളുടെ തലച്ചോർ അപ്പോൾ ചിന്തിക്കുന്നത്. ഇത്തരം സാമൂഹിക ഉത്കണ്ഠകൾ കാരണം നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പലയിടത്തായി ചിതറിപ്പോകുന്നു. ശ്രദ്ധ അവിടെ അല്ലാത്തതുകൊണ്ട് ആ വ്യക്തി പറഞ്ഞ പേര് നിങ്ങളുടെ മെമ്മറിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഡിലീറ്റായി പോകുന്നു. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം, മുഖങ്ങളും അർത്ഥമില്ലാത്ത പേരുകളും. ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഓർമ്മിച്ച് വെക്കുന്നതിന്റെ രഹസ്യം ഇതാണ്. ഇതൊരു കിടിലൻ പോയിന്റാണ്. കോഗ്നിറ്റീവ് സൈക്കോളജി പറയുന്നത്, പേരുകൾ എന്ന് പറയുന്നത് തലച്ചോറിനെ സംബന്ധിച്ച് യാതൊരു അർത്ഥവുമില്ലാത്ത വെറും വാക്കുകൾ മാത്രമാണെന്നാണ്. അവയെ ആർബിട്രറി ലേബലുകൾ എന്നാണ് വിളിക്കുന്നത്. ഉയർന്ന ബുദ്ധിശക്തിയുള്ള നിങ്ങളുടെ തലച്ചോർ എപ്പോഴും അർത്ഥവത്തായ ആഴത്തിലുള്ള ആശയങ്ങൾക്ക് വേണ്ടിയാണ് തിരയുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ജ്യോതിയോ അവരുടെ കഥകളോ തലച്ചോർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. എന്നാൽ അർത്ഥമൊന്നുമില്ലാത്ത വെറുമൊരു പേരിനെ തലച്ചോർ അത്ര മൈൻഡ് ചെയ്യില്ല. ഇതിന്റെ പരിണാമപരമായ കാരണം വളരെ കൗതുകകരമാണ്. വാക്കുകളേക്കാൾ കൂടുതൽ മനുഷ്യരുടെ മുഖങ്ങൾ ഓർമ്മിച്ചുവെക്കാൻ വേണ്ടിയാണ് നമ്മുടെ തലച്ചോർ കാലങ്ങളായി പരിണമിച്ചിട്ടുള്ളത്. മുഖങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രം തലച്ചോറിൽ ചില പ്രത്യേക ഭാഗങ്ങൾ തന്നെയുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആഴ്ചകൾ കഴിഞ്ഞാലും ഒരാളുടെ മുഖം നിങ്ങൾ കൃത്യമായി ഓർക്കും, പക്ഷെ പേര് തീരെ ഓർമ്മ വരില്ല. ഇതൊരു സ്വാഭാവികമായ ജൈവിക പ്രക്രിയ മാത്രമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഓർമ്മകളെ ബന്ധിപ്പിക്കുന്നതിന്റെ ശക്തി, അഥവാ പവർ ഓഫ് അസോസിയേഷൻ. സത്യത്തിൽ നമ്മുടെ ഓർമ്മകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഏതൊരു പുതിയ വിവരവും നമ്മുടെ തലച്ചോർ ഓർമ്മിച്ചു വയ്ക്കുന്നത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളുമായി അതിനെ ലിങ്ക് ചെയ്തുകൊണ്ടാണ്. അതായത് ഒരു അസോസിയേഷൻ വഴി. അറിയാത്തൊരു കാര്യത്തെ അറിയാവുന്ന ഒന്നുമായി ഒരു പാലം പോലെ ബന്ധിപ്പിച്ചാൽ മാത്രമേ തലച്ചോറിനത് സേവ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഈ വേഗത്തിലുള്ള പരിചയപ്പെടലുകളിൽ എന്താ സംഭവിക്കുക? മനസ്സിൽ 100 കൂട്ടം സങ്കീർണമായ ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കുകയാവും. ആ സമയത്ത് പുതിയതായി കേട്ട പേരിന് വിഷ്വലായി ഒന്ന് ലിങ്ക് ചെയ്യാൻ തലച്ചോറിന് ഒട്ടും സമയം കിട്ടില്ല. ഈ ലിങ്ക് ഇല്ലാത്തതുകൊണ്ട് ആ പേര് വെറുമൊരു വേസ്റ്റ് ഡേറ്റയാണെന്ന് കരുതി തലച്ചോറ് പെട്ടെന്ന് തന്നെ അങ്ങ് കളയുന്നു. ശരി, പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി ഇതിനൊരു പരിഹാരം വേണ്ടേ? നാലാമതായി പരിഹാരം, കോഗ്നിറ്റീവ് ഓഫ്ലോഡിംഗ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും നിർണായകമായ കാര്യം നമ്മുടെ തലച്ചോറിന്റെ അവസ്ഥയിലുണ്ടാകേണ്ട മാറ്റമാണ്. എപ്പോഴും അലേർട്ടായിരിക്കുന്ന ഓവർതിങ്ക് ചെയ്യുന്ന ബീറ്റ അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി ശാന്തമായ ആൽഫ അവസ്ഥയിലേക്ക് നമ്മുടെ ബ്രെയിൻ വേവുകളെ മാറ്റണം. അങ്ങനെ റിലാക്സ്ഡ് ആയാൽ മാത്രമേ പുതിയ വിവരങ്ങൾ എളുപ്പത്തിൽ ശേഖരിക്കാൻ സാധിക്കൂ. ഇതിനായി മനഃശാസ്ത്രം പറയുന്ന ഒരു കിടിലൻ ടൂളാണ് കോഗ്നിറ്റീവ് ഓഫ്ലോഡിംഗ്. പേരുകേട്ട് പേടിക്കേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. തലച്ചോറിന്റെ ഭാരം കുറയ്ക്കാനായി ഈ നിരന്തരമായ ചിന്തകളെ തലച്ചോറിൽ നിന്ന് പുറത്തേക്ക് മാറ്റുന്ന പരിപാടിയാണിത്. ഇത് നമ്മുടെ തലച്ചോറിന് നല്ലൊരു വിശ്രമം കൊടുക്കാനും ശാന്തമായ ആൽഫ അവസ്ഥയിലേക്ക് മാറാനും സഹായിക്കും. ഇനി ഇത് എങ്ങനെ പ്രായോഗികമായി ചെയ്യാമെന്ന് നോക്കാം. വളരെ എളുപ്പമുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, രാത്രി കിടക്കുന്നതിന് മുൻപായി മനസ്സിലെ ചിന്തകളെ ഒരു പേപ്പറിലേക്ക് ഒന്ന് എഴുതിവെക്കുക. 2, വളരെ ശാന്തമായ സംഗീതം കേൾക്കുക. ഇത് നിങ്ങളുടെ നാഡീവ്യൂഹത്തിന്, അതായത് നെർവസ് സിസ്റ്റത്തിന് ഇനി വിശ്രമിക്കാമെന്നൊരു സിഗ്നൽ നൽകും. മനസ്സ് ശാന്തമാകുമ്പോൾ ഈ കോഗ്നിറ്റീവ് ഓവർലോഡ് കുറയുകയും പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മിച്ചു വയ്ക്കാൻ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട്
ഇനിയിപ്പോൾ അടുത്ത തവണ ഒരാളുടെ പേര് മറന്നു പോകുമ്പോഴോ എന്തിനാ റൂമിലേക്ക് വന്നത് എന്ന് മറക്കുമ്പോഴോ സ്വയം അങ്ങ് കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. സത്യത്തിൽ നിങ്ങൾക്ക് ഓർമ്മക്കുറവൊന്നുമില്ല. നിങ്ങളുടെ തലച്ചോർ സങ്കീർണമായ വലിയ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിന്റെ തിരക്കിലായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളെ ചിന്തിപ്പിക്കുന്നൊരു ചോദ്യം ഇതാണ്. കോഗ്നിറ്റീവ് ഓഫ്ലോഡിംഗ് വഴി അനാവശ്യ ചിന്തകളൊക്കെ പുറത്തേക്ക് കളഞ്ഞാൽ നിങ്ങളുടെ തലച്ചോർ ഇനി എന്തൊക്കെ വലിയ ആശയങ്ങളാകും പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്? തീർച്ചയായും ഇത് നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കാൻ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും തീർച്ചയായും ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വിശകലനത്തിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.